ഏകനാണ് ഒരുവനാണെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഫസ്റ്റ് ഈ ഉടുമ്പ് ചൊന്നെങ്കിൽ ഓട് ചൊന്നെങ്കിൽ നാണ് വിശ്വസിക്കാം എന്ന് ചൊന്നപ്പോ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. നബി തങ്ങളെ മുഅ്ജിസത്താണ്. ഇത് ഡിങ്കന്റെ കഥയല്ല, കാൽപ്പനിക കഥയല്ല, ഐതിഹ്യ പുരാണല്ല, സ്വഹിയായ ചരിത്രമാണ്. മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ ഉടുനോട് ചോദിച്ചോ, ഉടുമ്പിനോട് കേട്ടോ? അല്ല ഉടുമ്പേ, ആരെയാ നീ പേടിക്കുന്നത്? നിന്റെ രക്ഷിതാവ് ആരാണ്? നിന്നെ പടച്ചവൻ ആരാണ്? ആ സമയത്ത് ആ ഉടുമ്പ് പറഞ്ഞെന്തറിയാ? അല്ലാഹുല്ലദീ അർശുഹു ഫിസ്സമാവാതി വസുൽത്താനുഹു ഫിൽ അർളി. ആകാശഭൂഗോളങ്ങളെ നിയന്ത്രിക്കുന്ന എല്ലാത്തിന്റെയും അധിപനും ഉടയവനുമായ അല്ലാഹുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഉടുമ്പിനോട് കേട്ടു, മന്നനാ, ഞാനാര്? നാണാരെന്ന് കേട്ടപ്പോ ആ ഉടുമ്പ് പറയുകയാണ്, അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണെന്ന്. ഇത് പറയേണ്ട താമസം ആ വന്ന മനുഷ്യന്, മുസ്ലിം അല്ലാത്ത ആ മുസ്ലിമായ ആ മനുഷ്യന് ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിന്റെ മുമ്പിൽ ഷഹാദത്തിന്റെ കലിമ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യനതാ ഉടുമ്പിനെയും പിടിച്ചു കൊണ്ടുപോവുകയാണ് തന്റെ നാട്ടിലേക്ക്, തന്റെ ഗോത്രത്തിലേക്ക്, തന്റെ ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. ആ പോന്നന്റെ ഇടയിൽ 1000-ഓളം മനുഷ്യന്മാർ കത്തിയും വാളും കുന്തവും പിടിച്ചിട്ട് ഇങ്ങ് വന്നുകൊണ്ടുള്ളാറ്. അങ്ങളെ കണ്ടപ്പോ ഇയാള് കേട്ട് നിങ്ങ ഓടക് ദൂരപിതാടിയാറ്, നിങ്ങ എപ്പറ പോയോണ്ടുള്ളാറ് എന്ന് കേട്ട നേരത്തെ അവർ പറഞ്ഞെന്തറിയാ? ഞങ്ങൾ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അയാൾ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് മുഹമ്മദിനെ ഭൂമിന്റെ മേലെ 1 സെക്കൻഡ് വെക്കൊതീറ, അവന്റെ കൊള്ള വേണായിട്ട് തലയെടുക്ക വേണായിട്ട് പോയോണ്ടുള്ളാന്ന് 1000 ആള് ചൊന്നപ്പോ ഈ ഉടുമ്പ് പിടിച്ച ഈ മനുഷ്യ ഉണ്ടല്ലേ, ഉടുമ്പ് കയ്യിലുള്ള ഈ മനുഷ്യ ഉള്ളല്ലേ, അയാള് ചൊന്നും തിരകുന്നുണ്ടാ, നിങ്ങ അപ്പുറ പോണ്ട, കൊല്ല വേണായിട്ട് പോണ്ട. നാണ് മുസ്ലിമായരെ അതൊക്കെ കാരണം ഈ ഉടുവായിട്ടിക്കട. അയാളെല്ലാം സ്റ്റോറി വിസ്താറായിട്ട് ചൊന്തു. സ്റ്റോറി എന്തിനിപ്പോ ഞാൻ ചൊന്നല്ലേ, പിടിയായിട്ടില്ലേ, ഇനി റിപ്പീറ്റ് ആക്കണ ടൈമില്ല. കറക്റ്റ് 10:30 ആകുമ്പോ ഖത്തം, ഖലാസ്. ഹലോ ഉസ്താദ്, പേര് ഒരിക്കൽ കഴിച്ചില്ല, എനിക്ക് ഓർമ്മയില്ല. വലിയ സ്നേഹമാണ് ഞമ്മ. അള്ളാഹു താല നമ്മളെ പിരിശപ്പാട് അള്ളാഹു നിലനിർത്തി തരട്ടെ. അയാള് വിഷയമല്ല ചൊന്തങ്ങളോട്ട, നിങ്ങൾ ഓടണ്ട, ഇത്ര വലിയ ജിഗർ സ്പീഡൊന്നും വേണ്ട. അയാൾ നിങ്ങൾ ആരാധിക്കുന്ന മൂർത്തി ദൈവങ്ങളൊന്നും ആക്ഷേപിക്കുന്നില്ല, ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. മറ്റുള്ളവർ ആരാധിക്കുന്നതിനെ ആക്ഷേപിക്കാൻ പാടില്ല. അവർക്ക് അവരെ ആചാരങ്ങൾ, കർമ്മങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളത്. അതിനെ ആക്ഷേപിക്കാനോ കല്ലെറിയാനോ കുറ്റപ്പെടുത്താനോ മുസ്ലിമിന് പാടില്ല. അത് ഇയാൾ പറഞ്ഞു, അയാൾ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ അയാൾ പറയുന്ന ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഞാൻ വിശ്വസിച്ചു. എന്റെ കാരണം എന്തുണ്ടാ? അയാള് വിഷയല്ല ചൊന്നപ്പോ 1000-ഓളം വരുന്ന മനുഷ്യര് നേരെ മുസ്തഫായ നബി തങ്ങളടുക്ക വന്നിട്ട് ഖാലോ, അവർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 1000-ഓളം വരുന്ന സത്യനിഷേധികൾക്ക്, 1000-ഓളം വരുന്ന ബഹുദൈവ വിശ്വാസികൾക്ക്, 1000-ഓളം വരുന്ന മുസ്ലിം അല്ലാത്തവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, ഈമാൻ സ്വീകരിക്കാൻ, മുസ്തഫായ നബി തങ്ങളെ അംഗീകരിക്കാൻ കാരണമാക്കപ്പെട്ടത് ഒരു മൃഗമാണ്, ഉടുവാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. അതാ പറഞ്ഞ നബി തങ്ങളെ എല്ലാവരും അംഗീകരിച്ച
അംഗീകരിക്കാത്ത ആറ് എന്തുണ്ടാ? ആറ്. ഞങ്ങളെ ഹിന്ദു സഹോദരന്മാരല്ല, അങ്ങ് നബിയിൽ വലിയ ബഹുമാന റെസ്പെക്ട് ഉണ്ട്. ഇപ്പൊ കാണില്ല ഇടിയല്ല ഇന്റെ മീലാദ് ജാദാദ് ഇതെല്ലാം പോകുമ്പോഴത്തേക്കു എത്ര ഹൈന്ദവ സഹോദരന്മാരാണ് മധുരപ്പാനിയ മിഠായി ബിസ്ക്കറ്റ് ജ്യൂസ് എല്ലാം കൊടുത്തിട്ട് സ്വീകരണാക്കിയ. ആ സൗഹാർദ്ദത്തെ, ആ ഒരു നല്ലൊരു ഒരു പൊസിഷൻ, ആ ഒരു അവസ്ഥ അത് എപ്പോഴും പോണോ? അല്ലാഹു തആല ഞങ്ങളെ നാട് ആ നിലക്കാക്കി തരട്ടെ. സൗഹാർദ്ദ അന്തരീക്ഷം കെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല. മനസ്സിലായി എനിക്ക്? തിരിഞ്ഞിട്ടേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾ നോക്കൂ, മുസ്തഫ നബി തങ്ങൾ ഈ ലോകത്തോട് കാണിച്ചു തന്ന ആ ഒരു നല്ല ഒരു ആശയം, ആ ഒരു വിഷയം, ആ ഒരു ടോപ്പിക്, ആ ഒരു സബ്ജക്ട് അത് എല്ലാവരും അംഗീകരിച്ചിട്ട് അതിൽ ആർക്കും കളവ് പറയാനില്ല. മഹാത്മാഗാന്ധി പറഞ്ഞു ഏറ്റവും നല്ല ആശയം പറഞ്ഞത് മുഹമ്മദാണ്. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിയാണ്, ജനഗണമന എഴുതിയ ആളാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, വലിയ പണ്ഡിതനാണ്. അയാൾ പറഞ്ഞു ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി മുഹമ്മദാണ്. ആരംഗീകരിക്കാത്ത? ക്രിസ്ത്യാനികളും ഹൈന്ദവരും എല്ലാവരും ഏകദേശം ആ ബഹുമാനം വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ബഹുമാനം വെക്കാത്ത ഞമ്മളെപ്പോ ഇടയിൽ തന്നെ കുറച്ച് നാമധാരികൾ. ഇപ്പൊ നോക്കി, റബീഉൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും മലാട് വിതരണാക്കിയിട്ട് ജാതി മതം നോക്കാണ്ട് പൈഗംബർ റസൂലുള്ളാന്റെ പേരില്, മുഹമ്മദ് റസൂലുള്ളാന്റെ പേരില്, പ്രൊഫറ്റ് മുഹമ്മദിന്റെ പേരില് എല്ലാവരും സന്തോഷിക്കുമ്പോ ഒരു കൂട്ടർക്ക് ഭയങ്കര കരച്ചിലും വിളിയും ബേജാറും. ഉസ്താദ് പാർട്ടി ഒന്ന് ചൊല്ലണ്ട്, ഉസ്താദ് പാർട്ടി ഒന്ന് ചൊല്ലൂല്ല, ഞാൻ പാർട്ടിയുടെ ആളുമല്ല, അങ്ങ് ചൊന്നപ്പോ നമുക്ക് ചൊല്ലണ്ടി പോകും. തെങ്ങിന് കീഴിൽ വീണെങ്കിൽ പിന്നെ ആസ്പത്രിക്ക് കൊണ്ടോണേ. ഞങ്ങൾ പാർട്ടിന്റെ ആളല്ല, ഞങ്ങൾ പാർട്ടി ഒന്നുമില്ല. പക്ഷേ നബി തങ്ങൾ ചൊന്നിട്ട് എന്തല്ല ചൊന്നിറങ്ങുന്നുണ്ടാ? നബി തങ്ങൾ റബീഉൽ അവ്വൽ 12 ജനിച്ചിട്ടേ ഇല്ല. ഒന്നും നബിദിനെ വേണ്ട എന്നതിന് തെളിവൂല. ഒന്നെന്തോ നബി തങ്ങ 12 ജനിച്ചിട്ടേ ഇല്ല. ആയി 13 നാക്ക് നീ ജന്മദിനാക്കറേ പിന്നെ നിക്ക് ജനിച്ച എപ്പ ജനിച്ചെങ്കെ 12 പോലും നാങ്കെ പിന്നെ 12 ജനിച്ചിട്ടേ ഇല്ല. നീ എന്തൊക്കെ ചൊല്ലേ? നണ്ടോട്ട ഒരാൾ കേട്ട്, ഉസ്താദെ നിങ്ങൾ ബദ്രീങ്ങളെ വിളിച്ചോണ്ടേ ഉള്ളാറല്ലേ ഒക്കോ, നിങ്ങൾ എന്ന് വിളിച്ചോണ്ടേ ഉള്ളാറല്ലേ ഒക്കോ. ഞങ്ങത് വിളിക്കറങ്ങളെ പടച്ചോനാക്കിയിട്ടൊന്നും അല്ല, പടച്ചോന്റെ 100ൽ 1 അവരിലില്ല, എല്ലാം അല്ല കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവർക്ക് അല്ല കൊടുത്ത ബഹുമാന കറാമത്ത് മൂസത്ത് അത് വെച്ചിട്ട് ചെല്ലി എളുപ്പൊക്കെ വേണമായിട്ട് ചൊല്ലുണ്ട്, അത്രമേ. അല്ലാണ്ട് ഞങ്ങൾ അല്ലാക്കില്ല. ഇത് ചൊന്നപ്പോ അയാൾ നണ്ടോട്ട കേട്ടെന്തോ എന്തുണ്ടാ ഉസ്താദ്? അങ്ങനെങ്കിൽ നിങ്ങൾ എന്ത് യാ അബൂബക്കർ സിദ്ദീഖ് എന്ന് വിളിക്കില്ല? നിങ്ങൾ യാ മുഹിയുദ്ദീൻ ഷേഖ്, യാ റിഫായി ഷേഖ് എന്ന് മാത്രം എന്ത് വിളിക്കറോ? യാ അബൂബക്കർ സിദ്ദീഖ് എന്ന് എന്ത് വിളിക്കില്ല? അപ്പൊ ഇയാൾ കേട്ടെത്രോ ഉണ്ട്, ഇയാൾ അങ്ങനെ കേട്ട. അപ്പൊ ഞാൻ അയാളോട്ടെ കേട്ടെ, അപ്പൊ ഞാൻ അയാളോട്ടെ കേട്ടെ അല്ല ഓക്കോ. ഇപ്പൊ നിങ്ങളെ ബേജാറെന്തരാ? നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റൻ എന്തരാ? ഞങ്ങൾ യാ മുഹിയുദ്ദീൻ ഷേഖ്, യാ ബദ്രീങ്ങളെ എന്ന് വിളിക്കറ, ഞങ്ങൾ വേറെ ആരും വിളിക്കില്ല. അതെന്തേ എന്നല്ല നിങ്ങൾ കേട്ടോ ഓക്കോ. ഞങ്ങൊരു വിഷയാക്കാം, നിങ്ങൾ ഇപ്പൊ അങ്ങനെ കേട്ടണ കൊണ്ടോ നാളെന്ന് പിന്നെ ഏ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ഏ ഉമർ ഖത്താബ് തങ്ങളെന്ന് വിളിക്കറ ആവാന്ന് കേട്ടെ. അപ്പൊ നാണ് കേട്ട പിന്നെ ആരെ വിളിച്ചത് നിങ്ങൾക്ക് എന്തേന്ന്? പിന്നെ അയാളെ വിളിക്കില്ലെന്തേ, ഇയാളെ വിളിക്കില്ലെന്ന് കേൾക്കണെന്തൊക്കെ? ആരെ വിളിച്ചു ചേർക്കൂല. പിന്നെ അയാളെ വിളിക്കണെന്തേ, ഇയാളെ വിളിക്കണെന്തെന്ന് കേൾക്കണ. റബീഉൽ അവ്വൽ 12 ആചരണ പാടേ ഇല്ല, അത് ബിദ്അത്താണ്, അത് ശിർക്കാണ്. എന്തേ നബി തങ്ങാണ്ട് ജനിച്ചിട്ടേ ഇല്ല ഒക്കെ ആയി വിടൂർ. ജനിച്ചിട്ടില്ലെങ്കിൽ വേണ്ട. റബീഉൽ അവ്വൽ നീ എത്ര ചൊല്ലേ? ഇപ്പൊ 23 സൈ 23 ജനിച്ചിരുന്ന് വെച്ചോ ജന്മദിനാക്കാമാ. പിന്നെ നിക്ക് എപ്പ ജനിച്ചെന്തേന്ന്? പിന്നെ 12 മാത്രം എന്തൊക്കെ പൊട്ടാക്കി കാട്ടോ? അഭിപ്രായം ഉണ്ടോ? നബി തങ്ങ ജനിച്ച ആ ഡേറ്റ്, നബി തങ്ങ ജനിച്ച ആ താരീഖ്, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലേ? ഏയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ലൈലത്തുൽ ഖദ്ർ എപ്പോ അഭിപ്രായ വ്യത്യാസം ഇല്ലേ? അപ്പൊ ഈ ചങ്ങായിനെ നാളെ പണ്ട് റമദാനിൽ ലൈലത്തുൽ ഖദ്ർ ആക്കൊതിരുവാ അഭിപ്രായം ഇല്ലേ? റബീഉൽ അവ്വൽ 21 ചൊന്നത് ഇമാം ഷാഫി, റമദാൻ 21 ആയിട്ടില്ലേ ലൈലത്തുൽ ഖദ്ർ ഇമാം ഷാഫിന്റെ അഭിപ്രായം ഇല്ലാത്ത വിഷയം അത്. പക്ഷെ ഏത് അഭിപ്രായം ഉണ്ടെങ്കിലും
ബഹുഭൂരിഭാഗ ഇമാമിങ്ങള് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കി, ഹദീസ് അടിസ്ഥാനമാക്കി, പ്രമാണം അടിസ്ഥാനമാക്കി ബഹുഭൂരിഭാഗം ഇമാമിങ്ങളും പ്രസിദ്ധപ്പെടുത്തിയ അഭിപ്രായ, പ്രാമുഖ്യത്തെ കൊടുത്ത അഭിപ്രായ, പ്രഥമ സ്ഥാനം കൊടുത്ത അഭിപ്രായ കുറെ ഉണ്ടെങ്കിൽ അതിൽ ടോപ്പ് അഭിപ്രായം എടുത്തത് ഏതുകൊണ്ടുണ്ട? റബീഉൽ അവ്വൽ 12 സംശയമില്ല. അഭിപ്രായം കൂടെ അവിടെ അഭിപ്രായത്തിക്കും മഹാന്മാർ ഒരു യോഗോപ്പണ രൂപമാണെന്നാറല്ലേ അഭിപ്രായം ഇല്ലാത്ത വിഷയത്. ഈ പള്ളി എപ്പ കെട്ടിയോ? 1923 ഏപ്രിൽ 22 ഒക്കെ. പിന്നെ ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ട്. എങ്ങനെ 1923 ഏപ്രിൽ 24 അതൊക്കെ കണ്ട അഭിപ്രായം ഇല്ല ഇവിടെ, അഭിപ്രായം ഇല്ലേ? പിന്നെ ആ സിമെന്റിൽ എഴുതിയത്, പിന്നെ പഴയ മനുഷ്യന്മാർ ചൊല്ലത്, ഇപ്പൊ കണ്ട മനുഷ്യ ഹയാത്തുള്ളത്, ഇതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും പ്രഥമ സ്ഥാനം 1921 ഏപ്രിൽ 21. അഭിപ്രായം ഉണ്ടോ? ഇവിടെ ഇല്ല എന്നല്ല, അഭിപ്രായം ഉണ്ടും ചൊന്നിട്ട് പള്ളിയേ ഇല്ല ചൊന്നങ്ങാവാ. പിന്നെ ഇതെന്തേ? അപ്പൊ അവനക്കിപ്പോ വല്ല ബേജാറ് റബീഉൽ അവ്വൽ വരുമ്പോ. ചായ എന്തും കൊണ്ട് എനിക്ക് കൊടുക്കും, ചായ തണ്ണി അങ്ങനത്തെ ഒന്നും കൊണ്ട് എന്തോ കാൽ തണ്ണിയാ ജ്യൂസ്. ഇതാർക്ക് പെണ്ണുങ്ങൾക്ക് തണ്ണി, എനിക്ക് ജ്യൂസാ. ഇലപ്പാ നീ പേടിക്കണ്ട, എന്താ അങ്ങനെ വിഷയാക്കാന്ന് അത്ര എന്നൊക്കെ പിടിയായിട്ടില്ല. ഓർക്കുണ്ടാ? ആയിവാ, രണ്ടും ഉണ്ട്. ആയിവാ, മാഷാ അല്ലാഹ്. അല്ലാഹു തആല അത് ഒരുക്കിയ സംഘാടകർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, ഇനി ജ്യൂസ് ഉണ്ടല്ലോ ഇപ്പമേ കൊടുക്കണ്ട, തണ്ണി കൊടുത്താറ്. ഇനി ജ്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 10 ഗണ്ട. കാരണം എല്ലാ അങ്ങനെ വേണ്ട, ഗടിഗടി വേണ്ട. ഞങ്ങൾക്കൊന്ന് കിട്ടിയെങ്കിൽ നല്ല ഇന്ന് ആശ വെക്കൊരു ടൈമിൽ കിട്ടും അല്ലേ ആചാർ? ബേച്ചിട്ട് ഫുള്ളായോണക്ക് ജണ്ടാമത് നിനക്ക് മന്തി വേണം അത് കേട്ടാ മന്ത്രിയുള്ളൂ. ഇപ്പൊ വേണ്ട, എന്തേ ഇവിടെ ഫുള്ളായി. അതേ ടൈമിലും ബേച്ചിട്ട് ഒരു 2 ഘട്ട കഴിഞ്ഞ പിന്നെ ബേക്കാമാ ഒരു ജണ്ടിട് അല്ലേ അല്ലേ എന്തേ? ആ ടൈമിക്ക് വേണൂന്നായി ആ ടൈമിൽ കൊടുക്കണം. വേണൂന്നായ ടൈമിൽ കൊടുക്കണോ, മയ്യാവുന്നായ ടൈമിൽ നിപ്പാട്ടണം. എന്തു അത് പ്രസംഗം അങ്ങനെ നിങ്ങൾക്കിപ്പോ മയ്യാവുന്നായിരാ പ്രസംഗം ഇപ്പം നിപ്പാട്ടേ. അള്ളാഹു കബൂലാക്കട്ടെ. ಬೇಗ ಕೊಡು നിങ്ങൾ മേ നോക്കിക്കൊണ്ടുള്ളാറങ്ങ നണ്ട് നോക്കറൂ ഇല്ല നക്കതിൽ വിശ്വാസമാവുള്ളൂ. നിങ്ങൾ ഗടി നടന്നുകൊണ്ടുള്ളാറ്. 2 ആൾ പോണ്ടേ അങ്ങ് ആ സൈഡിൽ, നിങ്ങൾ 4 ആൾ പോകണ്ടുള്ളാറ്. ചൊല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അർസവും വരും. ആട്ട് മാഷാ അല്ലാ, ഞങ്ങളെ വിക്കായത്തെ കുട്ടികൾ, ഞങ്ങളെ SKSBന്റെ ബാല്യക്കാർ അല്ലാഹു നാടിനും ദീനിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളാക്കി അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അച്ചടക്കവും മതവുമുള്ള മക്കളാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ നാടിന്റെ ഇസ്സത്ത്, ഞങ്ങളെ നാടിന്റെ നല്ല പേര്, ഞങ്ങളെ നാടിന്റെ അഭിമാനം അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ എല്ലാ മതവിശ്വാസികളും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാടാക്കി അല്ലാഹു ഞങ്ങളെ നാടിനെ മാറ്റട്ടെ. ನಾನು ಓಡುന്നു പോയോ വിഷയ ചൊന്നിട്ടു റബീഉൽ അവ്വൽ 12. അപ്പൊ അങ്കത്തിൽ വേറെ നമ്പലാവും. നബി തങ്ങൾ ജനിച്ചപ്പോൾ നമ്പലായ ഒരാളുള്ള ഞങ്ങളെ ലീഡർ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ ആറ് കൊണ്ടുണ്ടാ? ആറ് പണ്ട് ഇതേപോലെ ഒരുത്തനക്ക് വേറെ നമ്പലായിരം ആറ് കൊണ്ടുണ്ടാ അങ്ങനെ അഡ്മിൻ. മഹാന്മാരായ ഇമാമികൾ പറയുന്നുണ്ട്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വർക്കപ്പറ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വർക്കപ്പറ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവനതാ ലോകത്ത് 4 വട്ടം കരഞ്ഞു. അവൻ കരഞ്ഞത് 4 വട്ടമാണ്. അവൻ അട്ടഹസിച്ചത് 4 വട്ടമാണ്. അവൻ പിന്നിൽ നിന്നിട്ട് ഗ്യാസ് വിട്ടിട്ട് ഓടിയത് 4 വട്ടമാണ്. സ്വഹിയായ സംഭവമാണ്. ഇത് വെറുതെ ജോക്കടിക്കുന്നതല്ല, തമാശ പറയുന്നതല്ല. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവമുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വർക്കപ്പറ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങളുണ്ടല്ല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവനതാ 4 വട്ടം, അവന്റെ ജീവിതത്തിൽ 4 വട്ടമാണ് അവൻ ആർത്തട്ടഹസിച്ചത്, അവൻ വല്ലാണ്ട് കൊരച്ചത്. അവതാ ബാക്ക് സൈഡില് ഗ്യാസ് വിട്ടിട്ടോ, നിങ്ങളെ ഭാഷയിൽ ചൊന്നെങ്കിൽ ഊസ് വിട്ടിട്ടോ ഓടിയത് 4 വട്ടായിട്ടിക്കട.
എപ്പറയുമോ ഒന്ന് അവന്റെ അല്ല ശപിച്ചപ്പോ അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് അവനെ ശപിച്ചല്ലേ? അല്ലാഹു ശാപ വെച്ചല്ലേ? ഫഖ്റുജ് ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. നിന്റെ മേലെ എന്റെ ശാപമുണ്ട്, കാലാകാലം എന്റെ ലഅനത്തുണ്ട് എന്ന് അല്ലാഹു അവനെ ശാപം വെച്ച നേരത്ത് അവനതാ അട്ടഹസിച്ചോ. അവതാ പെറവുല് ഗ്യാസ് വിട്ടിട്ട് ഓടിയാ. രണ്ടാമതവൻ കരഞ്ഞതപ്പോ കൊണ്ടുണ്ടാ, അവനക്ക് ബേജാറായതപ്പോ കൊണ്ടുണ്ടാ. മിൻഹോ സ്വർഗലോകത്തിൽ നിന്നിട്ട് അവൻ ഔട്ടാക്കിയപ്പോ കടക്ക് പുറത്ത്, ഇനി കാലാകാലം നിനക്ക് സ്വർഗം ഹറാമാണ്, നിനക്കെന്നെ മാപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ആട്ടി പുറത്താക്കിയപ്പോ അവൻ കരഞ്ഞു. അവതാ ബാക്കില് കാറ്റുപുട്ടിട്ട് ഓടിയിട്ടങ്ങ് ബേജാറായ. നാലാമത്തെ സമയം അവൻ കരഞ്ഞതെപ്പോഴറിയോ, അട്ടഹസിച്ചതെപ്പോഴറിയോ, അവന് വയറില് മൂത്രക്കല്ലിന്റെ സോക്കേട് തുടങ്ങിയതെപ്പോഴറിയോ, ഹീന ഉൻസിലൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു ഇറക്കിയ നേരം ഇബ്ലീസ് കരഞ്ഞു. ഇങ്ങനത്തെ വിചാരിച്ചാൽ സൂറത്തുൽ ഫാത്തിഹ ചൊന്നെങ്കിൽ അത് മെച്ചോടെ മാത്രം ഓതുള്ളൂ എന്നാ. അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഓക്കേ, സൂറത്തുൽ ഫാത്തിഹ എപ്പോഴും വേണം. ഡെയിലി 10-13 ഫാത്തിഹ ഓതിയിട്ട് ആദത്താക്കിയ മനുഷ്യർക്ക് ഒരിക്കലും ഒരു ആഫത്ത് മുസീബത്ത് ദുനിയാവിലും വരല്ല, ആഖിറത്തിലും വരല്ല. ഫാത്തിഹ ചൊന്നെങ്കിൽ നിങ്ങൾ എന്തൊരു വിചാരിച്ചാൽ സൂറത്തുൽ ഫാത്തിഹ അത് ദുആയാണ്, അത് ദുആയാണ്. അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. 5 നേരം നിസ്കാരത്തില് പോലും ഫാത്തിഹ ഫർളാണ്. 5 നേരം നിസ്കാരത്തിൽ എന്നല്ല, എത്ര റക്അത്ത് നിസ്കരിക്കുന്നെങ്കിലും, തറാവീഹ് 20 ആണെങ്കിലും, മയ്യത്ത് നിസ്കാരമാണെങ്കിലും, പെരുന്നാളിന്റെ സുന്നത്താണെങ്കിലും, ഇനി ഫർള് നിസ്കാരമാണെങ്കിലും അവിടൊക്കെ ഫാത്തിഹ നിർബന്ധമാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തോണ്ട് നിസ്കാരമേ അല്ല. ഫാത്തിഹ ഓതാത്തോണ്ട് നിസ്കാരമേ അല്ലാന്ന്. കൂലി കുറയൂന്നല്ല, അത് നിസ്കാരേ അല്ലാതെ. കൂലി കുറയും ചൊല്ലണമെങ്കിൽ അത് നിസ്കാരമായിട്ട് വേണ്ടേ? നീ തന്ന മാങ്ങക്ക് ഞാൻ പാതി പൈസ തരണമെങ്കിൽ അത് മാങ്ങ ആയിട്ട് വേണ്ടേ? അത് മാങ്ങമേ അല്ലെങ്കിൽ പാതി പൈസ ഉണ്ടങ്ങനെ. നീ കൊണ്ടുവന്നത് മാങ്ങമേ അല്ല, തേങ്ങ. പിന്നെ മാങ്ങ ചൊല്ലി അങ്ങനെ തണ്ട. ഇപ്പോ മനസ്സിലാവുന്നല്ലോ സാർ, തിരുന്നല്ലേ പിടിയായി. ഈ 6 നാട്ടില് 100 ഭാഷ ഞങ്ങൾ അബ്ബാലോണ്ടില്ല. 6 റായത്തിലും 100 ഭാഷയാണ്. അപ്പൊ തെല്ല് പഠിച്ചില്ലെങ്കിൽ ആകെ ആപത്തായിട്ട് മാറും. ഞാൻ തെല്ലല്ലേ ഏകദേശം തൊട്ടിട്ട് പോണ്ടേ. പുട്ടിനിടയ്ക്ക് തേങ്ങ ഇടും പോലെ നന്നല്ല, പറ്റിട്ട് പിടിച്ചോണ്ടാന്ന് വാടിയും പോയിട്ട് ബാക്കിയായി പോണ്ടാ ചൊന്നിട്ടു. തെല്ലല്ല നന്ന പണില്ല. ഞങ്ങൾ മലയാളിയല്ലേ, കേരളല്ലേ. മക്കളത് ജോറാക്കണ്ട, തെല്ല് ഇതാക്കോ. നിങ്ങക്ക് പിടിയാവറല്ലേ? എന്ത് ഞാൻ ചൊന്നോ? എത്ര റക്അത്ത് നിസ്കരിക്കുന്നെങ്കിൽ ഫാത്തിഹ ഓതാം. ഫാത്തിഹ ഓതാത്തോന്റെ നിസ്കാരേ അല്ല. അപ്പൊ അവിടെ ഇമാം ജമാഅത്ത് തുടങ്ങി. ഈ ചങ്ങി വന്നിട്ട് അവിടെ ലൈനിൽ നിന്നിറ ഫസ്റ്റേ ഉള്ള അവൻ മൊബൈൽ നോക്കിക്കൊണ്ടുള്ള, സൈലന്റ് ആയിക്കൊണ്ടുള്ള, റിംഗ് ടോൺ ചേഞ്ച് ആയിക്കൊണ്ടുള്ള ലൈനിൽ നിന്നിട്ട് ആ സമയത്ത് സൗണ്ട് ഓപ്ഷൻ കുറച്ചുകൊണ്ടുള്ള, ഫ്ലൈറ്റ് മുട്ടിലേക്ക് പോയോണ്ടുള്ള, ബെൽറ്റ് ടൈറ്റ് ആക്കിയോണ്ടുള്ള, അതിൻ്റെ ഇടയ്ക്ക് മൂക്കുറട്ട കൈയിട്ടുകൊണ്ടുള്ള, അങ്ങ് നോക്കിയോണ്ടുള്ള, AC സ്വിച്ച് ഇട്ട മൊയിലാറ് നോക്കിയോണ്ടുള്ള, യാറമ്പ ബന്ധ വയസ്സമ്മ ബാലക്കാരൻ നോക്കിക്കൊണ്ടുള്ള, അയാൾ പോകുമ്പത്തുകൂ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഗോവിന്ദ. ഇതെന്ത് നിസ്കാരം? ഇനി നിസ്കാരം മസ്ബൂക്ക് മുവാഫിക്ക് രണ്ടുണ്ടോ? ശരി. ഇനി നിന്നിട്ടായ പിന്നെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ച ഫസ്റ്റേ കെട്ടിറ, അല്ലെങ്കിൽ കൈ കെട്ടിറ. ഫാത്തിഹ ഓതുന്ന ടൈമിൽ ഫാത്തിഹ ഇല്ല, എന്തും ഇല്ല. അയാൾ പോയ പോലെ ഓനും പോയ, അയാൾ വന്ന പോലെ ഓനും വന്ന, അയാൾ ജയിച്ച പോലെ ഓനും ജയിച്ച. ഇതെന്ത് നിസ്കാര? ഇതെന്ത് നിസ്കാരം? ഫാത്തിഹ ഇല്ലാത്ത എന്ത് നിസ്കാരം? തറാവീഹിലാണ് ഈ അബദ്ധം അധികവും. ഈ മിസ്റ്റിക് തറാവീൽ നിങ്ങൾ നോക്കൂ. തറാവീൽ ഫാത്തിഹ ഉണ്ടാ പല ആൾമാർക്കും. ഉസ്താദേ 89 സ്പീഡിലുണ്ടോ? കൂടുതൽ ഉസ്താദല്ല.
അത് അയാൾ സ്പീഡ് ആയതുമല്ല, അയാൾക്ക് പാതി മനസ്സുണ്ട് സ്പീഡിലെ പോകണോ. അതിൻ്റെ ഇടയ്ക്ക് കമ്മിറ്റി അങ്ങ് പാസും കൊടുത്തിറാറ്, നിങ്ങൾ നല്ലോണം സ്പീഡ് ആക്കോറും. അയാൾ ഓൾറെഡി 4G, കമ്മിറ്റി അങ്ങ് ചൊന്നിട്ടാകുമ്പോ 5G ആയി. നിങ്ങല്ല ഇനി നിങ്ങൾ ആയെങ്കിൽ നിങ്ങമേ വേറെ ആളെ ചൊല്ലുണ്ടെങ്കിൽ അല്ലേ ഭയങ്കര സ്പീഡ് ഒന്നുകൂടെ ഫസ്റ്റ് പള്ളിക്ക് വണ്ടങ്ങ തറാവീക്ക് ജന്ന ബറുവാറ് 3 പറഞ്ഞാറ് 4 നേരെ അപ്പറ എന്തിനാ തൊണ്ടാ അവിടത്തെ സ്പീഡിൽ അവിടെ പോയി ഭയങ്കര സ്ലോന്നു. ഇയാളെന്ത്രവാവാ എന്തത് നിസ്കാരല്ലേ? ഫാത്യ 20 അല്ല, നീ 40 റക്കാത്ത് നിസ്കരിക്കുന്നെങ്കിൽ ഫാത്യ വേണ്ടേ? നീ 400 റക്കാത്ത് നിസ്കരിക്കുന്നെങ്കിൽ ഫാത്യ ഓതണ്ടേ? നീ 1 റക്കാത്ത് നിസ്കരിക്കുന്നെങ്കിൽ ഫാത്യ ഓതണ്ടേ? പിടിയാവുറ നിനക്ക് പിടിയാവൂരല്ലേ? അപ്പൊ പിന്നെ നീ ഫാസ്റ്റ് ആക്കണോ ഇതെന്ത്? നീ ഇത് സിമ്മി ചേഞ്ച് ആക്കണമാ? അറ്റ്ലീസ്റ്റ് കടിമ പക്ഷ ഏറ്റവും ചുരുങ്ങിയത് ഫാത്യെങ്കിലും കിട്ടണ്ടേ? സൂറത്ത് വേണ്ട, നീ കേട്ടോണ്ട് തേച്ചങ്ങ് വയ്യാവോ, അല്ലെങ്കിൽ നീ ആലോട്ടിക്ക് മുണ്ട് തേച്ചങ്ങ് വയ്യാവോ? സമ ഫാത്യ ഫർളല്ലേ, സൂറത്ത് സുന്നത്തും ചൊന്നങ്ങ് ഓതണ്ടെന്നല്ല, ഓതോണെന്നേ ആവാ. ചില ആൾമാർ അങ്ങനെ അർത്ഥം വെക്കിടാറ്, ഉസ്താദെ സുന്നത്തല്ലേ, ഉസ്താദ് നിസ്കരിക്കുമ്പോ തൊപ്പി വെച്ചില്ല അങ്ങാവല്ലേ? എന്തേ അത് സുന്നത്തല്ലേ? സുന്നത്തും ചെന്നങ്ങ് തൊപ്പി വെക്കണ്ടെന്നല്ല, തൊപ്പി വെക്കണോ? സുന്നത്തും ചെന്നങ്ങ് എടുക്കണ്ടെന്നല്ല. സുന്നത്തല്ലേ എന്താ അത്ര സിമ്പിള്? ചെറിയ മക്കളല്ല ഇതിർല് ദീപ്പോട്ടക്കും തീരാ. ഒന്നാമത് ഓൾറെഡി ഞങ്ങൾക്ക് വയൽ വേണമെന്നില്ല. ഈ ഇത്രക്കുള്ള പൂ പൈതൽക്ക് എന്തുക്ക് വയൽ? അത് ഓൾറെഡി സ്വർഗത്തിന്റെ പൂവല്ലേ? അത് എപ്പോഴും സ്വർഗത്തിന്റെ പൂവല്ലേ? കൂടെ ബലിയോണേ വന്നിട്ടില്ല വയലിക്ക്, പിന്നല്ലേ കിടാവും. ഇക്കട ചെക്കടൊക്കെ വേണോ? വയലിന്റെ മജ്ലിസിൽ കിടാക്ക വേണോ? ദുവാന്റെ മജ്ലിസിൽ കിടാക്ക വേണോ? എന്താ കൊണ്ടുണ്ടാ ഞങ്ങൾ ദുവാറക്കുമ്പൊത്തുക ഒരു സമയം അല്ല നോക്കുക, കൈ നേരം ഉണ്ടാ, കൽബ് നേരം ഉണ്ടാ, ഇത് കീസല് കുപ്പി വെച്ചിട്ട് കൂടെ തൊപ്പി വെച്ചിനാമാ നോക്കുക. അതേ ടൈമിൽ കിടാവാമി ചൊല്ലുമ്പൊത്തുക അല്ല നോക്കല. ലൈസ ബൈനഹ വ ബൈനല്ലാഹി ഹിജാബ്. കിടാവിന്റെ ദുവാക്ക് മറയില്ല, അത് അപ്പമേ അല്ല സ്വീകരിച്ചിട്ടായി. അങ്ങ് വേണോ വേണ്ടെന്നല്ല, ബന്ധങ്ങളെ കടത്തോണമെന്നല്ല. ആയെങ്കിലാ കിടാക്കല്ലേ തെല്ലാപ്പുറപ്പുറ കിടാക്കൻ ചൊന്നങ്ങാറ് ബിരിച്ചോടെ കിടക്കാത്താണ് കിടാവ് ചൊന്ന സുളാഭത്തിൽ അറിയണം. നിങ്ങൾക്ക് ബിരിച്ചോടെ കിടക്കാത്തോ? നിങ്ങൾ നോക്കറോ കടത്തിയോടെ പറഞ്ഞല്ലേ, ഉറങ്ങിയോടെ കിടക്കല്ലേ? പാടെ ഉമ്മ കുഞ്ചി കെട്ടി കൊണ്ട് കിടത്തോ? അത് കിടാവല്ലേ അതൊക്കെ എത്ര അല്ലേ അറിയോ? അപ്പൊ ഞങ്ങൾ ജോറാക്കോ തീരാ, പറയോ തീരാ, ഞങ്ങളെ ഇതാക്കോ തീരാ. ചെറിയ മക്ക അള്ളാഹു ഞങ്ങളെ മക്കളെ നന്നാക്കി തരട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു നല്ല മക്കളെ ധാരാളം നൽകട്ടെ. മക്കളെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെയും നന്നാക്കട്ടെ. അപ്പോ ഞാൻ എന്തൊക്കെ മക്കളെ വിഷയമൊന്നോ മക്കളെ വിഷയത്തിൽ എന്തെന്നോ എതിരില്ല ദയിച്ചങ്ങളെ തെല്ല് നിങ്ങൾ ഇതാക്കുറോ സമാധാനിപ്പിച്ചിട്ട് മെല്ലെ കണ്ണം തുർട്ടണ്ട, സമാധാനത്തിൽ പേടിപ്പിക്കാണ്ട്. ഞങ്ങൾക്കത് വലിയ മിസ്റ്റേക്ക് അല്ലേ? ഞങ്ങൾക്കത് വലിയ മിസ്റ്റേക്ക്. ഞങ്ങൾ മക്കളെല്ലാം ഔത്ത് പഠിപ്പാട്ടങ്ങനെ എൽദിയല്ല. നീ എൽദിയല്ല ഇബ്രാഹിം, നീ എൽദിയേ പാതിയല്ല ബേഗല്ലി കപ്പത ചോട്ടിക്കുവേ അങ്ങനല്ല ചൊല്ലണയോ? അങ്ങനെ പേടി പാട്ടിയും അവൻ ചൊല്ലു. അത് പണ്ടത്തെ കിടാവും, ഇപ്പൊ അങ്ങനത്തെ കിടാവൊന്നും ഇല്ല. ഇപ്പൊ കിടാക്ക് ചൊല്ലു എൽദില്ല, നീ എൽതു പോ ചൊല്ലല്ലേ. ഒന്നത്. രണ്ടാമത് ആ സ്റ്റൈല് നല്ലതല്ല. പേടിപ്പാച്ചിട്ടല്ല പഠിപ്പിക്കണേ, മറിച്ച് അങ്ങോട്ട് പിരിസ കാട്ടിയിട്ട് അങ്ങക്ക് നല്ല ഓഫർ കൊടുത്തിട്ടു നീ ചന്തത്തിലെഴുതി എനിക്ക് നല്ല ഫസ്റ്റ് അല്ല പറയുമ്മ, നിന്റെ അക്ഷരം നോക്കൂല, നന്റെ അക്ഷരം ഇത്ര ചന്ത ഇല്ലാത്തുമ്മ, എന്ത് ചന്ത നിന്റെ അക്ഷരം മാഷാ അല്ലാ, നീ കുറച്ച് പെൻസിൽ ഗട്ടി പിടിച്ചുകൊണ്ടല്ലേ ഇതിന്റെ കാട്ടി ചന്താവും. യാല്ലാ നന്റെ നിങ്ങളെന്തില്ലാത്ത അങ്ങനെ ചൊല്ലുമ്പോ കിടവ് കുസിയാവും. കിടവേഗം നരക കാട്ടിട്ട് പേടിപ്പിക്കണ്ട, സ്വർഗ കാട്ടിട്ട് നിങ്ങൾ അടുപ്പിക്കോ. ഇപ്പത്തെ കിടാക്കളെ സ്വർഗ കാട്ടിട്ട് അടുപ്പിക്കണം, നരക കാട്ടിക്ക് നടക്കേയില്ല അല്ലേ? പണ്ടൊരു ഇബ്രാഹി തന്റെ കിടാവർ ബിൽച്ചി ഇസ്മാലിനെ ബിൽച്ചൂളന്നല്ല ബിൽച്ചി ഖുർആനിലുണ്ടോ? ബിൽച്ചിട്ട് കേട്ട് ചൊന്നന്തരം വന്നുണ്ടാ മോണു ഇസ്മായില് നന്നിട്ട് ഒരു വിഷയം കേക്കറ, നിന്റെ അഭിപ്രായം ചൊല്ലണോ? ഇവിടെ ചെന്ന് കേക്കുറപ്പ എന്താ ചൊല്ലോ, എന്തൊരു വിഷയ? എന്തുമില്ല, ഇന്നി ആ റാഫിൽ മനാമി അന്നി അർബഹുക്ക, നിന്റെ അറുക്കണോന്ന് നക്ക് കിനാവ് കണ്ടു. അല്ല കിനാവ് കാട്ടി ഇത് ഇബ്രാഹിം ചൊല്ലോ ഇസ്മായിൽ റൊട്ട അന്റെ തബ്ബ മോണ്ടൊട്ട
മോണോ നിന്റെ അറുക്കണോ എന്നൊക്കെ കിനാവ് കണ്ടിരുമാൻ. അപ്പൊ കിടാവ് ചൊന്നന്തരം എന്തുണ്ടാ റെഡി, ഒരു ഒബ്ജക്ഷനും ഇല്ല. ഞാൻ എന്ത് അപ്രപ്പറാക്കില്ല, നാളെ മറ്റൊന്ന് എന്ത് ചൊല്ലലബ്ബാ, ഞാൻ പിടക്കല്ലേ. അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ആക്കുറബ്ബാ, ഞാനതൊക്കെ ബദ്ധ, നിങ്ങളെ ഞാൻ എല്ലാം കൊണ്ട് അനുസരിക്കുമെന്ന്. ആ കിടാവ് ചൊന്ത ഇസ്മായിൽ. എത്ര നല്ല അബ്ബ, എത്ര നല്ല കിടാവ് അല്ലേ അല്ലേ. ഇത് ഖുർആനല്ലേ. നോക്കാ ഇപ്പൊ ഒരു ഇബ്രായിച്ച വന്നിട്ട് തന്റെ മോ ഇസ്മായിലിനെ വിളിച്ചു ചൊല്ലട്ടൂല്ലേ. ഇത് ഇപ്പൊ 2024 2024 ഇപ്പൊ ഇബ്രായിച്ച വിളിച്ചിട്ട് മോണ ഇസ്മാലേ ഇച്ചാലി എന്റെ അബ്ബ നിന്റെ അർക്ക വേണായിട്ട് ഞാൻ കിനാവ് കണ്ടാന്ന് ചൊന്നെങ്കില് അപ്പമേ കിടാവ് ചൊല്ലോ അബ്ബ നിങ്ങളെ വെടി വെച്ച് കൊല്ലണം, നാനും കിനാവ് കണ്ടാന്ന് ഗ്യാരണ്ടി ചൊല്ലോ. എന്റെ സമാൻ ബദൽ ഗയാ. ആ മക്കവും പോയിരും, അങ്ങനത്തെ അബ്ബവും പോയിരും, എല്ലാം ചേഞ്ച് ആയിരുന്നു ഫുള്ള്. പണ്ടത്തെ ഇതേ ഇല്ല. ഇപ്പൊ അള്ളാഹു താല ഞങ്ങളെ നന്നാക്കി തരട്ടെ, ഞങ്ങളെ മക്കളെയും അള്ളാഹു നന്നാക്കി തരട്ടെ. അതവുള്ളവരും അറിവുള്ളവരും അച്ചടക്കമുള്ളവരും ദീനിനും കുടുംബത്തിനും സമുദായത്തിനും ഉപകാരമുള്ളവരാക്കി അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു മാറ്റി തരട്ടെ. പറഞ്ഞു വന്നത് ഫാത്തിഹ സൂറത്ത് എല്ലാ റക്അത്തിലും ഓതേണ്ടതുണ്ട്. അത് ഒരിക്കലും മിസ്സാവരുത്, നഷ്ടപ്പെട്ടു പോവരുത്. സൂറത്ത് ഭയങ്കരമാണ്, അതിന്റെ ശ്രേഷ്ഠത ഭയങ്കരമാണ്, അതിന്റെ പോരിശ ഭയങ്കരമാണ്. അത് ഓതിയിട്ട് നല്ലോണം ദുആരെന്നാൽ ഉത്തരം ഉറപ്പാണ്. ഫാത്തിഹ തന്നെ ദുആയാണ്, സംശയമില്ല. ആ ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പായിട്ട് കേട് ഇബ്ലീസ് ഓടിയത്. ഇബ്ലീസ് ഓടിയത് 4 ടൈമിൽ. ഒന്ന് അല്ലാഹ് ലാനത്തിട്ടപ്പോ, പിന്നൊന്നു അല്ലാഹ് പുറത്താക്കിയപ്പോ സ്വർഗത്തിന്, പിന്നൊന്ന് ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോ. എങ്ങനെ ഓടിയ റണ്ണ ഇബ്ലീസ്. റണ്ണിംഗ് ആയ തന്നെ അർത്ഥം. എങ്ങനെ റണ്ണിംഗ് ആയ ഒന്നുണ്ടാ റണ്ണ ഇബ്ലീസ്. ഇബ്ലീസ് റണ്ണിംഗ് ആയ. എങ്ങനെ റണ്ണിങ്? ബാക്കിന്ന് കാറ്റ് വിട്ടിട്ടു, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു ഊസ് വിട്ടിട്ട് ഓടിയ. പെടപടിച്ചിട്ട് ഒരുത്തർ എന്തെല്ലായി ഓണക്ക് ഒരു ഹാലെ ചേഞ്ചായി. ഓണക്ക് മൂത്രക്കല്ലിന്റെ ഭാരണം ബലമാ അല്ലെങ്കിൽ ബട്ടടക്കുന്ന ഭാരണം ബലമാ എന്ത് നമുക്ക് ചൊല്ലാവൂല്ല. ആ ടൈപ്പിലായ 4 സമയത്ത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ 3. നാലാമത്തേതറിയുമോ? നാലാമത്തത് ഹീന ഉലിദൻ നബിയോ. ഹീന ഉലിദൻ നബിയോ. മുസ്തഫായ റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട സമയ. ക്രിസ്തബ്ദം ക്രിസ്തുവർഷ 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12. അന്ന് ആമിന റളിയല്ലാഹു അൻഹ ആ ലോകത്തിന്റെ വിളക്കിനെ, ആ റഹ്മത്തുൽ ആലമീനെ ഈ ലോകത്തേക്ക് പെറ്റ നേരത്ത്, പ്രസവിച്ച നേരത്ത് ഇബ്ലീസ് അട്ടഹസിച്ചോ. അവൻ കരഞ്ഞോ, അവന് ഭ്രാന്തളകി, അവതാ ഗ്യാസ് വിട്ടോണ്ട് ഓടിയ. എന്നാൽ അവന്റെ അനുയായികൾ ഇന്നുണ്ടോ? അന്ന് പാട്ടൊരു വീഡിയോ കണ്ടേ ഫേസ്ബുക്കിൽ. ഗൾഫ് കൺട്രിയിൽ വലിയൊരു മജ്ലിസ് ഉണ്ട് നബിദിനത്തിലെ ഒരു ഫംഗ്ഷൻ. ആയിരങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുത്തത്. അങ്കന്തു ദീന് പറഞ്ഞിട്ടില്ല, എന്തു പറഞ്ഞിട്ടില്ല, ഓണക്ക് മാത്രം അറിഞ്ഞു. ഇന്നലെ ആ ബേക്കറിൽ വെച്ചിട്ടുന്നോ മുഞ്ഞാന്ന് കല്ലിന്റെ കൽപ്പണിൽ ഇന്ന് ഇണ്ട് വന്നൊരു ചൊല്ല ഉസ്താദ് എന്തു അറിയാലേ. 12 കൊല്ലം ദർസിൽ ഓതിയത്, 4 കൊല്ലം കോളേജിൽ ഓതി. കിതാബായ കിതാബെല്ലാം കണ്ടു. അവൻ കിതാബ് പോയിട്ട് കിതാബിന്റെ ബൈൻഡ് കൂടി ഓൻ കണ്ടിട്ടില്ല. അവൻ ചെന്നുകൊണ്ടുള്ള ഉസ്താദ് എന്തു അറിയാലേ. അങ്ങനെ ഈ ഫേസ്ബുക്കിൽ കണ്ട വീഡിയോ, അതിന്റെ അടിയിൽ കുറെ കമന്റ് ഉണ്ട്, അഭിപ്രായം. അതിൽ കുറെ ഹൈന്ദവ സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും കമന്റ് ഇട്ടാ. വെരി ഗുഡ്, നൈസ്, പ്രൗഡ്, പിന്നെ പ്രൊഫറ്റ് മുഹമ്മദ്, നല്ലത്, നല്ല പ്രവാചകന്റെ ജന്മദിന, സൂപ്പർ എന്നെല്ലാം പറഞ്ഞിട്ട്. അതിന്റെ അടിയിൽ ഒരു മുഹമ്മദാ, എന്താ അബ്ദുറഹ്മാന, ഇക്ബാല, നൗഫൽ എന്തോ പേരുള്ള ഞങ്ങളെ ജാതിയിൽ പെട്ട ഒരുത്ത അടിയിൽ കമന്റ് ഇട്ട. ഓണുകു റീപ്ലൈ കൊടുത്തറ. ഓണുകു ഇട്ട ഈ അമുസ്ലിംക്ക് റീപ്ലൈ കൊടുത്തറ. ഇത് ഇസ്ലാമിന്റെ ആചാര അല്ല.
ആർക്ക്? ಅಭಿಪ್ರಾಯ ಇಟ್ಟ ರಮಣ, ಅಭಿಪ್ರಾಯ ಇಟ್ಟ ಕೃಷ್ಣ, ಅಭಿಪ್ರಾಯ ನೈಸನ್ನಿಟ್ಟ ಗೋವಿಂದಗೆ ರೀಪ್ಲ കൊടുക്കറോ ഇത് ഇസ്ലാമിക ആചാര അല്ല, ഇത് അനാചാര ദുരാചാര. നിന്റെ കണ്ടിട്ട് അങ്ങ് നന്നവണയോ? അല്ല ഇത് അങ്ങളെ